ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു കൊങ്കണി ട്രഡീഷണൽ റെസിപ്പി കണ്ടു നോക്കാം കേട്ടോ. കാണാൻ നല്ല സോഫ്റ്റുള്ള നല്ല ഭംഗിയുള്ളൊരു സ്നാക്സാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കാം എന്നൊന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാനിവിടെ കുറച്ചൊരു 3 പീസ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ ശർക്കരയൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്കിതിന് വേണ്ടിയിട്ടുള്ള പൊടികളൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1/2 കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഒന്ന് മാറ്റി വെക്കുക. അപ്പോഴേക്കും ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് അതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൊടിയിലേക്ക് ആ ഒരു ശർക്കരയുടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. കട്ടയൊന്നും ഇല്ലാതെ കുറച്ച് ടൈം എടുത്ത് തന്നെ ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മളിത് കൈവച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നാലേ നമ്മൾ വിചാരിച്ച പോലെ ആ ഒരു ഷേപ്പ് ഈ ഒരു സ്നാക്സിന് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ആ ശർക്കര വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ ബാക്കി ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂറിന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 സ്പൂണ് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു നുള്ളു മാത്രം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഒന്നുകൂടി ലൂസാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു 2 സ്പൂണോളം മതിയാവും. അതുകൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഈ സ്നാക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്യാസിൽ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അപ്പച്ചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് ഓയിൽ ഒഴിച്ച് കൊടുക്കരുത്, കുറച്ച് ഓയിൽ മാത്രം മതി. ഒരുപാട് ആ സ്നാക്സ് അതിൽ മുങ്ങിപ്പോവരുത്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ആ ബാറ്റർ നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ട് ഇതുപോലൊന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോഴേക്കും അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു നടുഭാഗത്തുള്ള ഓയിലൊന്ന് പുറത്തേക്കാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു സൈഡ് ഒന്ന് കുക്കായിട്ട് വരുമ്പോഴേക്കും അതിൻ്റെ ആ നടുഭാഗം ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ചൂടുള്ള എണ്ണ ഒന്ന് സ്പൂൺ വെച്ചിട്ട് കോരിയിട്ട് അതിൻ്റെ മുകളിലേക്ക് മാത്രമായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴേക്കും അതിൻ്റെ ആ നടുഭാഗത്ത് നന്നായിട്ടൊന്ന് പൊങ്ങി വരും. അവിടെ ഒന്ന് കുക്കായി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്നാക്സ് ഒരു ഭാഗം മാത്രമേ കുക്ക് ചെയ്തെടുക്കണുള്ളൂ. മറ്റേ ഭാഗത്ത് നമ്മളിതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. നല്ല ചൂടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതൊന്ന് കുക്കായി കിട്ടും. അതിന് ശേഷം ഇതാ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുക. അപ്പോൾ ആ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ഡ്രെയിൻ ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മൾ ആ നെയ്യപ്പത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ഇല്ലേ, അതിനേക്കാൾ സോഫ്റ്റായിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റിലാണ് ഈ സ്നാക്സ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും.